Okay, so we are back to discussing the essay Shakespeare in the Bush by Laura Bohannan, where Laura Bohannan is trying to tell the story of Shakespeare's Hamlet to the Tiv tribe of West Africa. അപ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ കഥ യൂണിവേഴ്സൽ ആണെന്നും എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാവുമെന്നും വിചാരിച്ചിട്ട് ലോറ ബോഹനാൻ ഈ കഥ പറയും. ആ ടിവ് ട്രൈബുകാർ അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന അവരുടെ നാട്ടിലുള്ള സോഷ്യൽ റിലേഷൻസും അവരുടെ വിശ്വാസങ്ങളും എല്ലാം അനുസരിച്ച് ഈ കഥനെ അനലൈസ് ചെയ്യുന്നതുമാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നുണ്ടാവുന്ന ചില ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് ആ ഷേക്സ്പിയറുടെ കഥ പറഞ്ഞ് ഹാംലെറ്റിന്റെ കഥ പറഞ്ഞ് എത്തിയത് പൊളോണിയസിന്റെ മരണം അവിടെയാണ് നമ്മൾ നിർത്തിയിരുന്നത്. സോ ഹാംലെറ്റ് had actually tried to find out whether his uncle was guilty of killing his father, and for that he had conducted a play which showed the murder of his father. But അതേ സ്റ്റോറി ഇവരുടെ അടുത്ത് പറയുമ്പോൾ ലോറ ബോഹനാൻ പറഞ്ഞിരുന്നത് ഒരു സ്റ്റോറി ടെല്ലറിനെ കൊണ്ടുവന്ന് കഥ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ബിക്കോസ് പ്ലേ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ് നാടകം. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റോറി ടെല്ലർ വന്നു, സ്റ്റോറി ടെല്ലർ ഈ കഥ പറഞ്ഞു എന്നൊക്കെ ആണ് പറയുന്നത്. ആൻഡ് അങ്ങനെ ഉണ്ടായതിനു ശേഷം രാജാവിന് മനസ്സിലായി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഗ്രേറ്റ് ചീഫിന് മനസ്സിലായി ഹാംലെറ്റ് പെരുമാറുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഹാംലെറ്റിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാംലെറ്റിന്റെ അമ്മയോട് പറയാണ്, ക്വീനോട് പറയാണ്, പോയിട്ട് മകനോട് സംസാരിക്കൂ, എന്താണ് അവന്റെ മനസ്സിലെന്ന് മനസ്സിലാക്കി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഗേർട്രൂഡിനെ, ക്വീനിനെ വിടുകയാണ്. പക്ഷെ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോ അവര് തമ്മിൽ പലതും ഷെയർ ചെയ്യുന്നു. അത് അമ്മ എന്നോട് പറയണമെന്നില്ല, എന്റെ വൈഫാണെങ്കിലും ഹാംലെറ്റിന്റെ അമ്മയായതുകൊണ്ട് ഷീ മേ ബി മോർ സിമ്പത്തറ്റിക് ടുവേർഡ്സ് ഹാംലെറ്റ് എന്നൊരു പേടി കാരണം ക്ലോഡിയസ് ആക്ച്വലി ടോൾഡ് ഹിസ് അഡ്വൈസർ പൊളോണിയസ് ടു ഗോ ആൻഡ് ഹൈഡ് ഇൻസൈഡ് ഗേർട്രൂഡ്സ് റൂം so that he can eavesdrop on whatever Hamlet and Gertrude are discussing. അങ്ങനെ പൊളോണിയസ് പോയിട്ട് ഒരു കേർട്ടന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അമ്മയും മകനും കൂടി സംസാരിക്കുമ്പോ മകൻ അമ്മയെ കുറെ ചീത്ത പറയാണ്, എന്തിനാണ് എന്റെ അച്ഛനെ പോലെ ഇത്രയും നല്ല ആളുണ്ടായിട്ട് അച്ഛൻ മരിച്ച ഉടനെ എങ്ങനെയാണ് ഈ ക്ലോഡിയസിനെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനുമായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഹാംലെറ്റ് കുറെ ചീത്ത പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോ ടിവ് ട്രൈബ്സിന് ഭയങ്കര പ്രശ്നമായി. കാരണം ഒരു മകൻ എങ്ങനെ അമ്മയെ ചീത്ത പറയും എന്നുള്ളതാണ് അവരുടെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ ഷേക്സ്പിയറുടെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലും പിന്നെ ജനറലി വെസ്റ്റില് ആളുകൾ ഒരിക്കലും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു സീനാണത്. ബിക്കോസ് ഹാംലെറ്റ് ഒന്നാമത് ബിക്കോസ് ഹി വാസ് എ മാൻ ഇൻ എ patriarchal society, they thought that he has a right to question a woman. Also because he was the prince, and he was the hero of the story. Nobody questioned the fact, nobody questioned or challenged how he dared to talk like this to his mother. അപ്പൊ കഥയുടെ ഒരു ഇതനുസരിച്ച് മൊറാലിറ്റി ഹാംലെറ്റിന്റെ സൈഡിലാണ്. അതുകൊണ്ട് ഹാംലെറ്റ് അമ്മയെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതിലും ഒന്നും തെറ്റില്ല. പക്ഷെ ടിവ് ട്രൈബുകാര് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഗേർട്രൂഡ് ചെയ്തതിൽ ഒരു തെറ്റും അവർ കാണുന്നില്ല. അതായത് ഹസ്ബൻഡ് മരിച്ച് അധികം വെയിറ്റ് ചെയ്യാതെ മറ്റൊരാളെ കല്യാണം കഴിച്ചു എന്നുള്ളതിൽ അവർക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. രണ്ടാമത് എന്തൊക്കെയാണെങ്കിലും ഒരു മകൻ അമ്മയെ ഒരു മകൻ അമ്മയെ ചീത്ത പറയരുത് എന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസം. അപ്പൊ അതൊക്കെ students are not able to join. Riya, just ask him to try once again. ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കും. സം പീപ്പിൾ ആർ ജോയിനിങ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ജസ്റ്റ് അവരൊന്നും കൂടി ട്രൈ ചെയ്തോട്ടെ. ഓക്കെ, സോ അങ്ങനെ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ അമ്മയും മകനും കൂടി സംസാരിച്ച മകൻ അമ്മയെ കുറെ ചീത്ത പറയുന്ന സമയത്ത് എന്തോ ഭയങ്കര റേസ്ഡ് വോയിസസ് ഒക്കെ വരികയാണ്. ഗേർട്രൂഡ് സ്റ്റാർട്സ് ടു ഷൗട്ട്, ഇവൻ എന്തോ എന്നെ തല്ലാൻ പോവാണെന്ന് പേടിച്ചിട്ടോ എന്തോ ഗേർട്രൂഡ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കേർട്ടന്റെ പിന്നിലുള്ള പൊളോണിയസിന് സംഭവിക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ആൻഡ് പൊളോണിയസ് മെയ്ഡ് സം നോയ്സ് ദെയർ. ആൻഡ് വെൻ he made a noise, Hamlet shouted a rat and stabbed Polonius through the cloth.
അങ്ങനെ പൊളോണിയസ് മരിക്കുകയാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത പൊളോണിയസ് മരിക്കുകയാണ്. പക്ഷെ അത് നാടകത്തിൽ വളരെ ഇന്നസെന്റ് ആയ ഒരു മനുഷ്യനെ ഹാംലെറ്റ് കൊന്നു എന്നുള്ളത് അതിലൊരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷെ ടിവുകാർക്ക് അത് തോന്നില്ല. കാരണം ടിവുകാർ പറയുന്നത് എന്താണ്, എന്തൊരു പൊട്ടനാണ് ഈ പൊളോണിയസ്, ഹി വാസ് എ ഫൂൾ. ഈവൺ എ സ്മോൾ ചൈൽഡ് വിൽ നോ that when somebody is coming with a weapon, you should call out, it's me എന്ന്. അപ്പോ അതിൽ നിന്നാണ് ലോറ ബോഹനാൻ ഓർമ്മ വരുന്നത്, ഇവര് ഹണ്ടേഴ്സ് ആണ്. ഹണ്ടിന് അവർ പോകുമ്പോ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അത് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ആനിമൽ ആണെന്ന് പേടിച്ചിട്ട് അവർ ഗെയിം എന്ന് വിളിച്ചു പറയും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ഹ്യൂമൻ ബീയിങ്, ദേ ഹാവ് ടു ഷൗട്ട് ബാക്ക്, ഇറ്റ്സ് മീ. അപ്പൊ ഞാനാണ്, മനുഷ്യനാണ് എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ കൊടുക്കണം. അങ്ങനെ ഒരു സൈൻ കിട്ടാത്ത പക്ഷം ഉടനെ തന്നെ അവര് ഹണ്ട് ചെയ്യും. അവര് അമ്പയ്യ് അല്ലെങ്കിൽ വാള് മെഷറ്റെ കൊണ്ട് വെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോ അത് ഏതൊരു ചെറിയ കുട്ടിക്ക്, ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയേണ്ട കാര്യമല്ലേ എന്നാണ് ടിവ് ട്രൈബുകാര് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ രീതിയിൽ നോക്കുമ്പോൾ പൊളോണിയസ് ചെയ്തത് വല്ല മണ്ടത്തരമാണെന്നും, ഹാംലെറ്റ് വേണ്ടതുപോലെ ഹാംലെറ്റ് ഇറ്റ്സ് എറാറ്റ് എന്ന് ഹാംലെറ്റ് വിളിച്ചു പറഞ്ഞത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിങ് ഗെയിം എന്ന് ഈ ഹണ്ടേഴ്സ് പറയുന്ന പോലെയാണെന്നും, അങ്ങനെ പൊളോണിയസ് ആക്ച്വലി അയാളുടെ സ്വന്തം പൊട്ടത്തരം കൊണ്ട്, മണ്ടത്തരം കൊണ്ടാണ് മരിച്ചതെന്ന് ഇവര് പറയാണ്. ആൻഡ് അവിടെ വെച്ചിട്ടാണ് ഐ റഷ്ഡ് ഇൻ ടു സേവ് പൊളോണിയസസ് റെപ്യൂട്ടേഷൻ. പൊളോണിയസിനെ ഞാനൊന്ന് എന്താ പറയാ, അയാളുടെ സൈഡ് പറയാൻ ഞാൻ ശ്രമിച്ചു. പൊളോണിയസ് ഡിഡ് സ്പീക്ക്, ഹാംലെറ്റ് ഹേർഡ് ഹിം. പൊളോണിയസ് സംസാരിച്ചിരുന്നു, ഹാംലെറ്റ് അത് കേൾക്കുകയും ചെയ്തിരുന്നു. ബട്ട് ഹി തോട്ട് ഇറ്റ് വാസ് ദ ചീഫ് ആൻഡ് വിഷ് ടു കിൽ ഹിം ടു അവെഞ്ച് ഹിസ് ഫാദർ. പക്ഷെ പൊളോണിയസ് ആണെന്ന് മനസ്സിലായില്ല, അതൊരു മനുഷ്യനാണെന്ന് ഹാംലെറ്റ് അറിഞ്ഞിരുന്നു. പക്ഷെ അത് ചീഫാണ്, അതായത് അയാളുടെ അങ്കിളാണ്, രാജാവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അയാൾ വെട്ടിയത്. ആൻഡ് അച്ഛനെ കൊന്ന ആൾക്കെതിരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്, ടു അവെഞ്ച് ഹിസ് ഫാദർ, ടു ടേക്ക് റിവെഞ്ച് ഓൺ ദ മർഡറർ ഓഫ് ഹിസ് ഫാദർ, അതിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തത്. ഹി ഹാഡ് മെന്റ് ടു കിൽ ഹിം ഏർലിയർ ദാറ്റ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ കഴിഞ്ഞ ആ പ്ലേ കഴിഞ്ഞിട്ട് ഉടനെ ഇയാള് നടന്നു ചെല്ലുന്ന സമയത്ത് ആ രാജാവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും കൊല്ലാൻ അയാള് അൺആംഡ് ആയിരുന്നു, കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ നിരായുധനായിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. അപ്പൊ വേണമെങ്കിൽ പോയി കൊല്ലാമായിരുന്നു. പക്ഷെ ഹാംലെറ്റ് വിചാരിച്ചത് എന്താണ്, അപ്പൊ ഞാൻ കൊന്നാൽ ഇയാള് പ്രാർത്ഥിച്ചിട്ട് അയാളുടെ എല്ലാ സിൻസും, അയാളുടെ എല്ലാ പാപങ്ങളും അയാളിൽ നിന്ന് പോയ ഒരു സമയത്താണ്, പ്രാർത്ഥിച്ച സമയത്ത്, കുമ്പസരിച്ച് നിൽക്കുന്ന സമയത്ത് അയാളെ പോയി ഞാൻ കൊന്നാൽ അയാളുടെ ആത്മാവ് എവിടെ പോവും? സ്വർഗത്തിലേക്ക് പോവും. എന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ ഒരു അവസാനത്തെ ഒരു പ്രാർത്ഥന പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മരിച്ചത്. അതുകൊണ്ടാണ് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാതെ ഇതിലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഐ വിൽ വെയിറ്റ് അൺടിൽ ദ കിങ് has also committed some great sin and then I will kill him. I don't want to kill him when he is praying എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഹാംലെറ്റിന് മനസ്സിലായി. എന്തുകൊണ്ട് ഹാംലെറ്റ് ക്ലോഡിയസിനെ അവസരം കിട്ടിയപ്പോൾ കൊന്നില്ല എന്നുള്ളതിന് ഇങ്ങനെ ഒരു റീസൺ ആണ്. അത് പക്ഷേ ഇവരോട് പറയാൻ പറ്റുന്നില്ല. ഐ ബ്രോക്ക് ഡൗൺ, അൺഏബിൾ ടു ഡിസ്ക്രൈബ് ടു ദീസ് പേഗൻസ് ഹു ഹാഡ് നോ ബിലീഫ് ഇൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ ലൈഫ് the difference between dying at one's prayers and dying unhoused, disappointed, unannuled. ഇതാ ഷേക്സ്പിയർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇറ്റ് ജസ്റ്റ് മീൻസ് unhoused, disappointed, unannuled എന്നൊക്കെ പറയുമ്പോൾ വിത്തൗട്ട് ബീയിങ് unhoused means without being cleansed of your sins. അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ പാപങ്ങളെല്ലാം വാഷ്ഡ് അവേ ആകുന്ന ഒരവസ്ഥയിൽ അല്ലാതെ ആണ് എൻ്റെ അച്ഛൻ മരിച്ചത്. മൈ ഫാദർ ഡൈഡ് അൺഹൗസ്ഡ്, ഡിസപ്പോയിന്റഡ്, അൺആനൽഡ് എന്നുള്ളതും, ദ കിങ് ഇഫ് ഹി ഹാഡ് ഡൈഡ് വുഡ് ഹാവ് ബീൻ ഡൈയിങ് അറ്റ് വൺസ് പ്രേയേഴ്സ് എന്നുള്ളതും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരാളുടെ ആത്മാവ് പ്രയർ കാരണം ക്ലീൻ ആയെന്നും മറ്റേയാളുടെ ആത്മാവ് പ്രയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ക്ലീൻ ആകാൻ പറ്റിയില്ല. ഇതൊന്നും ഇവരുടെ സ്പിരിറ്റ് വ്യത്യാസം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, they are believing spirits. They believe in an individual after. Ma'am, your voice is breaking. Okay. Hello. Is it better? No, ma'am. No, ma'am.
Can you hear me? No, ma'am, it's still breaking. No, ma'am, it's still breaking. Hello? Guys, is Yes, it ma'am. still breaking? No, ma'am. No, ma'am. Okay, okay, good, fine. Okay, so അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Okay, so next. This time, this is page 70 in your textbook. This time I had shocked my audience seriously. For a man to raise his hand against his father's brother and the one who has become his father, that is a terrible thing. The elders ought to let such a man be bewitched. അപ്പോൾ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്നുള്ളതിനെക്കാട്ടിലും ഇവർക്ക് ഭയങ്കര പ്രശ്നമായത് എന്താണ്? അച്ഛന്റെ ബ്രദറിനെതിരെ അയാളെ കൊല്ലാൻ നോക്കുക, അയാൾക്കെതിരെ. അപ്പൊ ഇവര് നേരത്തെ പറയുന്നുണ്ട് ഹാംലെറ്റിന് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പായിരുന്നെങ്കിൽ എൽഡേഴ്സിന്റെ അടുത്ത് പോയി പറയണം, അല്ലാതെ നേരിട്ട് പോയിട്ട് അയാളെ കൊല്ലാൻ നോക്കുകയല്ല വേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ജനറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛന്റെ ബ്രദർ, അമ്മ, ഇവരെല്ലാം ഓൾഡർ ജനറേഷൻ ആണ്. അപ്പൊ ചെറുപ്പക്കാർക്ക് അവരുടെ എതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു എൽഡറിനോട് സംസാരിച്ചിട്ട് വേണം ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ. അപ്പൊ ദിസ് ഇസ് ഹിസ് ഫാദേഴ്സ് ബ്രദർ, അച്ഛന്റെ ബ്രദർ ആണ്. ആൻഡ് ദ വൺ ഹു ഹാസ് ബിക്കം ഹിസ് ഫാദർ, നേരത്തെ പറയുന്നു അമ്മയെ കല്യാണം കഴിച്ചതുകൊണ്ട് അച്ഛന് തുല്യനായി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അച്ഛന്റെ ബ്രദർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ അമ്മയെ കല്യാണം കഴിച്ച് നമ്മളുടെ ഒരു രണ്ടാനച്ഛനായി മാറിയ ഒരാളാണ്, അതുകൊണ്ടും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ ഒരാൾക്കെതിരെ ടു റേസ് ഹിസ് ഹാൻഡ്സ്, അങ്ങനെ ഒരാൾക്കെതിരെ കൈ ഉയർത്തുക എന്ന് പറയുന്നത്, കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ അയാൾക്കെതിരെ എന്തെങ്കിലും വയലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ടെറിബിൾ തിങ്. അത് വളരെ ഭീകരമായ ഒരു കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആൻഡ് ദി എൽഡേഴ്സ് ought to let such a man be bewitched. അപ്പൊ ഹാംലെറ്റ് ചെയ്തത് വളരെ മോശമായി പോയി. നേരത്തെ പറഞ്ഞിരുന്നു ആരോ ഹാംലെറ്റിനെ ബിവിച്ച് ചെയ്തു, കൂടോത്രം ചെയ്തു എന്ന്. അത് എൽഡേഴ്സ് അത് നന്നായി പോയി. അങ്ങനെ ഒരാളെ കൂടോത്രം ചെയ്യുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഒരാൾക്കെതിരെ മന്ത്രവാദം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. അയാളെ പണിഷ് ചെയ്യണം. ബിക്കോസ് അച്ഛന്റെ ബ്രദറിനെതിരെ ഒരിക്കലും അയാള് കൈ ഉയർത്താൻ പാടില്ലായിരുന്നു. I nibbled at my cola nut in some perplexity, then pointed out that after all the man had killed Hamlet's father. അപ്പൊ ഇത് എങ്ങനെ ഞാൻ ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ അവർ കഴിക്കാൻ തന്നെ നേരത്തെ ഒരു കോല നട്ട് കൊടുത്തിരുന്നു. അതൊക്കെ ഇങ്ങനെ പതുക്കെ നിബിൾ ചെയ്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, അല്ല എന്തൊക്കെ പറഞ്ഞാലും ഹാംലെറ്റിന്റെ അച്ഛനെ കൊന്ന ആളാണല്ലോ, അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണ് ഹാംലെറ്റ് കൈ ഉയർത്തിയത്. No, pronounced the old man, speaking less to me than to the young men sitting behind the elders. അപ്പോ ഓൾഡ് മാൻ പറഞ്ഞു, അല്ലല്ല അങ്ങനെയല്ല. എന്നിട്ട് എന്നോടല്ല അയാൾ പറയണത്, അയാൾ തിരിഞ്ഞിട്ട് എൽഡേഴ്സിന് പിന്നിലിരിക്കുന്ന യങ് മെൻ, ചെറുപ്പക്കാരുണ്ട്, അവരോട് പറയാണ്. കാരണം ഇവർക്ക് തോന്നുന്നുണ്ടാവും ഈ കഥ കേൾക്കുന്ന ചെറുപ്പക്കാർ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചാൽ അവർ ഞങ്ങൾക്കെതിരെ റെബൽ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. He turned to the young men sitting behind the elders and said, if your father's brother has killed your father, you must appeal to your father's aged mates. They may avenge him. No man may use violence against his senior relatives. അപ്പൊ നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ അച്ഛന്റെ ബ്രദർ കൊന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് അപ്പീൽ ടു യുവർ ഫാദേഴ്സ് ഏജ് മേറ്റ്സ്. ഏജ് മേറ്റ്സ് നേരത്തെ പറഞ്ഞു അതേ ജനറേഷൻ, ഏകദേശം അതേ പ്രായ അളവിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അച്ഛന്റെ അതേ പ്രായത്തിലുള്ള മറ്റ് എൽഡേഴ്സിനോട് വേണം നിങ്ങൾ അപ്പീൽ ചെയ്യാൻ, റിക്വസ്റ്റ് ചെയ്യാൻ. ദേ മേ അവെഞ്ച് ഹിം, അവർക്കാണ് അച്ഛനെതിരെ റിവെഞ്ച് എടുക്കാനുള്ള അവകാശമുള്ളത്. എന്ന് മാത്രമല്ല, നോ മാൻ മേ യൂസ് വയലൻസ് against senior relatives. നിങ്ങളുടെ സീനിയർ, നിങ്ങളെക്കാളും എൽഡർ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സിനോട് നിങ്ങൾ ഒരിക്കലും ഒരു വയലൻസ് ഉപയോഗിക്കരുത്. Another thought struck him. But if his father's brother had indeed been wicked enough to bewitch Hamlet and make him mad, that would be a good story indeed. For it would be his fault that Hamlet, being mad, no longer had any sense and thus was ready to kill his father's brother.
പെട്ടെന്ന് ഇത്രയും പറഞ്ഞപ്പോ ഹാംലെറ്റ് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളും അങ്ങനെ ചെയ്യരുത് എന്ന് അവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇയാൾക്ക് പുതിയൊരു ആലോചന വന്നു, പുതിയൊരു ഐഡിയ വന്നു. അയാൾ പറയണ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് ഹാംലെറ്റ് മാഡ് ആണെങ്കിൽ അത് ആരും അയാളെ കൂടോത്രം ചെയ്തതാണ്, ബിവിച്ച് ചെയ്തതാണ്. അങ്ങനെ ബിവിച്ച് ചെയ്യാൻ നമ്മളുടെ ബന്ധുക്കളായ മെയിൽ റിലേറ്റീവ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് മിക്കവാറും ഫാദേഴ്സ് ബ്രദർ തന്നെ ആയിരിക്കും അത് ബിവിച്ച് ചെയ്തത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ, but if his father's brother had indeed been wicked enough, evil enough to bewitch Hamlet and make him mad, അപ്പൊ അയാളാണ് ഇതിന് റെസ്പോൺസിബിൾ എങ്കിൽ പിന്നെ പ്രാന്തായതുകൊണ്ടാണല്ലോ ഹാംലെറ്റ് അങ്കിളിനെ തല്ലാൻ വന്നതും അമ്മയെ ചീത്ത പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഹാംലെറ്റ് നോ ലോങ്ങർ ഹാഡ് എനി സെൻസ് ബിക്കോസ് ഹി വാസ് മാഡ്, അങ്ങനെ ആയി മാറും. അപ്പൊ അത് ഹാംലെറ്റിന്റെ തെറ്റല്ല. It would no longer be Hamlet's fault. It would be the fault of the person who made him mad. അതാരാണ്? The person who bewitched him. That must be his father's brother. എന്ന് again ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്, none of this is part of Shakespeare's Hamlet. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ കൂടോത്രം ചെയ്യലൊന്നുമില്ല. ഇതൊക്കെ ഇവരുടെ ഇമാജിനേഷൻ ആണ്. കാരണം ഇവർക്ക് മാഡ്നെസ് എന്നുള്ള സംഭവം അവരുടെ ഐഡിയയിലില്ല. ഒരാൾ മാഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് എന്നല്ല അവർ ചിന്തിക്കുന്നത്. പകരം മറ്റാരോ കൂടോത്രം ചെയ്ത് ബ്ലാക്ക് മാജിക് ചെയ്ത് അവരെ മാഡ് ഭ്രാന്തനാക്കിയതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഹാംലെറ്റിന്റെ അച്ഛന്റെ ബ്രദർ ആണ് ഹാംലെറ്റിനെ മന്ത്രവാദത്താൽ ഭ്രാന്തനാക്കി മാറ്റിയതെങ്കിൽ, ആ ഭ്രാന്തായത് കൊണ്ടാണ് ഹാംലെറ്റ് അങ്കിളിനെതിരെ കൈ ഉയർത്തിയതെങ്കിൽ അതിൽ ഹാംലെറ്റിന്റെ തെറ്റൊന്നുമില്ല. പകരം ഹാംലെറ്റിന്റെ അങ്കിളിന്റെ തന്നെ കുഴപ്പമാണ്. അയാൾ കൂടോത്രം ചെയ്തു, അവസാനം ആ മനുഷ്യൻ അയാൾക്കെതിരെ തന്നെ തിരിഞ്ഞു എന്നുള്ള രീതിയിൽ. then that would be a good story indeed. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഥ കറക്റ്റ് ആയിരിക്കും എന്ന്. again they are reinterpreting the story of Shakespeare's Hamlet in a way that will make sense to them. There was a murmur of applause. Applause, കൈകൊട്ടുന്ന പോലെ. ആ ഒരു ഇവിടെ കൈകൊട്ടൽ എന്ന് മാത്രമല്ല, അപ്ലോസിന് നമ്മളിങ്ങനെ കൈകൊട്ടുന്നതിനാണ് പറയാ. ബട്ട് ഹിയർ ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് എവറിബഡി ഈസ് എൻകറേജിങ് ദാറ്റ് ഐഡിയ. എവറിബഡി ഈസ് ഹാപ്പി, എവറിബഡി ഈസ് എൻതൂസിയാസ്റ്റിക് അബൌട്ട് ഇറ്റ്. ഒരു അപ്രൂവൽ ആണ് അവിടെ. എല്ലാവരും കൂടിയിട്ട് ശരിയാണെന്ന് ഇങ്ങനെ പറയാം. Hamlet was again a good story to them, but it no longer seemed quite the same story to me. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന, എനിക്ക് മനസ്സിലാവുന്ന ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ഇവർക്ക് നല്ല കഥയായി തോന്നുന്നില്ല. പകരം അവർ ഇന്റർപ്രറ്റ് ചെയ്ത് ഹാംലെറ്റിനെ പിന്നെയും നല്ല സ്റ്റോറിയാക്കി മാറ്റി, അവരുടെ രീതിയിൽ വളച്ചൊടിച്ച് മാറ്റിയപ്പോൾ അവർക്ക് ഹാംലെറ്റ് ഒരു ഗുഡ് സ്റ്റോറിയായി തോന്നി. പക്ഷേ ഇറ്റ് നോ ലോങ്ങർ സീംഡ് ക്വൈറ്റ് ദ സെയിം സ്റ്റോറി ടു മീ. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, the story has completely changed. പഴയ കഥയല്ല. It is no longer the story of Shakespeare's Hamlet. It is some other story. As I thought over the coming complications of plot and motive, I lost courage and decided to skim over dangerous ground quickly. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും അവർ കഥ മുഴുവൻ വളച്ചൊടിച്ചു എന്നും കംപ്ലീറ്റ്ലി റീഇന്റർപ്രറ്റ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഇനി വരാനുള്ള പ്ലോട്ട്, അതിൽ ക്യാരക്ടേഴ്സിന്റെ മോട്ടീവ്സിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്, കോംപ്ലക്സിറ്റീസ്, അതുപോലെ പ്ലോട്ടിൽ കഥയിൽ വരാൻ പോകുന്ന പല എന്താ പറയാ വളവുകളും തിരിവുകളും ഒക്കെ ആലോചിച്ചപ്പോൾ ഇത് മുഴുവൻ ഞാൻ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നാലോചിച്ചപ്പോൾ ഐ ലോസ്റ്റ് കറേജ്, എനിക്ക് എന്റെ ധൈര്യം കൈവിട്ടു. ആൻഡ് ഐ ഡിസൈഡഡ് ടു ക്വിക്ക്ലി സ്കിം ഓവർ സം ഡേഞ്ചറസ് ഗ്രൗണ്ട്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് ഡീറ്റെയിൽ ആയി പറഞ്ഞ പ്രശ്നമാണ്, ഡേഞ്ചറസ് ആവുമെന്ന് മനസ്സിലാക്കി. കാരണം അവർ ഓരോന്നിനും ഇതുപോലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് അതൊന്ന് സ്കിം ഓവർ ചെയ്യുക, അതായത് ക്വിക്ക്ലി പെട്ടെന്ന് പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. The great chief, I went on, was not sorry that Hamlet had killed Polonius. അപ്പോൾ ഗ്രേറ്റ് ചീഫിന്, രാജാവിന് ഹാംലെറ്റ് പൊളോണിയസിനെ കൊന്നതില് വിഷമമൊന്നും തോന്നിയില്ല. It gave him a reason to send Hamlet away with his 2 treacherous age mates, with letters to a chief of a far country saying that Hamlet should be killed. അപ്പോൾ ഹാംലെറ്റിനെ ആ നാട്ടിൽ നിന്ന്, ഡെൻമാർക്കിലാണ് ഈ കഥ സംഭവിക്കുന്നത്, ഡെൻമാർക്കിൽ നിന്ന് പറഞ്ഞു വിടാൻ രാജാവിന് ഇതൊരു റീസൺ ആയി മാറി. ഹാംലെറ്റ് അവിടെ നിൽക്കുന്നത് രാജാവിന്റെ പ്രശ്നമാണ്. ഹാംലെറ്റ് അവിടെ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെയോ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് രാജാവിന് പേടിയുണ്ട്. അതുകൊണ്ട് ഒരു അവസരം നോക്കിക്കാണ് ഹാംലെറ്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. പക്ഷെ ഹാംലെറ്റ് പൊളോണിയസിനെ കൊന്നപ്പോ എന്റെ ക്ലോസ് അഡ്വൈസർ മരിച്ചല്ലോ എന്നുള്ള വിഷമമല്ല, പകരം ഈ ഒരു അവസരം വെച്ച്, ഈ ഒരു റീസൺ ഉപയോഗിച്ചിട്ട് ഐ കൻ സെൻഡ് ഹാംലെറ്റ് അവേ ഫ്രം ദിസ് കൺട്രി എന്നാലോചിച്ചിട്ട് ഇയാളെ സന്തോഷിച്ചു.
So he sent Hamlet away with his two treacherous age mates. Treacherous, those who cannot be trusted, those who will betray you. അപ്പൊ അയാളുടെ രണ്ട് ഏജ് മേറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്കൂൾ ഫ്രണ്ട്സിയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ റോസൻക്രാറ്റ്സ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ എന്ന് പറഞ്ഞ് രണ്ട് സ്കൂൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് ക്ലോഡിയസ് സ്പൈ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ഹാംലെറ്റ് എന്താണ് ചിന്തിക്കുന്നത്, അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് അയാൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഹാംലെറ്റിനെ പറഞ്ഞയക്കുകയാണ് ടു എ ഫാർ അവേ കൺട്രി. ശരിക്കും കഥയിൽ ആ കൺട്രി ഇംഗ്ലണ്ട് ആണ്. അത് ഷേക്സ്പിയറുടെ കാലത്ത് ആൾക്കാർക്ക് ഭയങ്കര തമാശ തോന്നുന്നതാണ്, കാരണം അവർ ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലണ്ടിൽ ഇരുന്നിട്ടാണ് ഈ പ്ലേ കാണുന്നത്. പ്ലേ സംഭവിക്കുന്നത് ഡെൻമാർക്കിലാണ്, കഥ നടക്കുന്നത് ഡെൻമാർക്കിലാണ്. ഡെൻമാർക്കിൽ നിന്നും ഹാംലെറ്റിനെ പുറന്തള്ളി ഓടിച്ചു വിടുന്നത് ഇംഗ്ലണ്ടിലേക്കാണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഒരു സന്തോഷമായോ. എന്ന് മാത്രമല്ല, ആരോ പറയുന്നുണ്ട് ഹാംലെറ്റ് ലേറ്റർ പിന്നീട് പറയുന്നുണ്ട്, ഒരു കഥാപാത്രം പറയുന്നുണ്ട്, രാജകുമാരന് ഭ്രാന്താണെന്ന് കേട്ടു, എന്നിട്ട് അയാളെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിട്ടു. അത് കുഴപ്പമില്ല, കാരണം ആ നാട്ടിൽ എല്ലാവർക്കും ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ചെന്നാൽ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഇംഗ്ലീഷുകാർക്കൊക്കെ ഭ്രാന്താണ്. അപ്പൊ ഇത് എഴുതിയ ഷേക്സ്പിയർ ഇംഗ്ലീഷുകാരനും കാണുന്ന ഇംഗ്ലീഷുകാർക്കും അത് വളരെ തമാശയായി തോന്നുന്ന ഒരു കാര്യമാണ്. അതൊന്നും പക്ഷെ ഇവിടെ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഫാർ കൺട്രിയിലേക്ക് ഹാംലെറ്റിനെ പറഞ്ഞേക്കാണ്. അവിടുത്തെ ചീഫിന്, അതായത് അവിടുത്തെ രാജാവിന് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്, സേയിങ് ദാറ്റ് ഹാംലെറ്റ് ഷുഡ് ബി കിൽഡ്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ വന്ന ആളെ കൊല്ലണം എന്നുള്ള രീതിയിൽ ആ നാട്ടിലെ രാജാവിന് ഒരു ലെറ്റർ. അപ്പോ ഞാനൊന്നും ചെയ്യാതെ, ക്ലോഡിയസ് ഇവിടെ വെച്ച് ഡെൻമാർക്കിൽ വെച്ച് ഹാംലെറ്റിനെ കൊന്നാൽ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും, ആദ്യം അച്ഛൻ ഹാംലെറ്റ് മരിച്ചു, പിന്നെ മകൻ ഹാംലെറ്റ് മരിക്കുന്നു, ഇയാൾ തന്നെ ആയിരിക്കും അതിന് കാരണം എന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷെ ഹാംലെറ്റ് മറ്റൊരു നാട്ടിൽ പോയി മരിച്ചാൽ ക്ലോഡിയസിന് അത് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് പിന്നെയും. ഹാംലെറ്റ് ചേഞ്ച് ദ റൈറ്റിംഗ് ഓൺ ദിയർ പേപ്പേഴ്സ് സോ ദാറ്റ് ദ ചീഫ് കിൽഡ് ഹിസ് ഏജ് മേറ്റ്സ് ഇൻസ്റ്റെഡ്. പക്ഷെ ഹാംലെറ്റ് എന്നെ കൊല്ലാനാണ് ഇവര് ഈ ലെറ്ററിൽ എഴുതിയെന്ന് കണ്ടുപിടിച്ചിട്ട് മറ്റു രണ്ട് ഫ്രണ്ട്സ് കിടന്ന് ഉറങ്ങുമ്പോൾ അയാൾ ആ ലെറ്റർ പൊളിച്ചെടുത്ത് അതിനകത്ത് അയാൾ മാറ്റങ്ങൾ വരുത്തി, സേയിങ് ദാറ്റ് ഇവരെ രണ്ടുപേരെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ട്, ഹാംലെറ്റിനെ കൊല്ലണം എന്ന് എഴുതിയ ലെറ്റർ മാറ്റി ഈ പോകുന്ന റോസൻക്രാറ്റ്സ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ എന്ന് പറഞ്ഞ ഈ രണ്ടുപേരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി. ഐ എൻകൗണ്ടേർഡ് ആൻഡ് അതിനുശേഷം സോ ദാറ്റ് ചീഫ് കിൽഡ് ഹിസ് ഏജ് മേറ്റ്സ് ഇൻസ്റ്റെഡ്, എന്നിട്ട് അവർ രണ്ടുപേരും മരിക്കുന്നുണ്ട്. I encountered a reproachful glare from one of the men whom I had told undetectable forgery was not merely immoral but beyond human skill. I looked the other way. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേട്ടിരിക്കുന്ന ഒരാള്, വൺ ഓഫ് ദ മെൻ, എനിക്കൊരു റിപ്രോച്ച്ഫുൾ ഗ്ലെയർ എന്ന് പറഞ്ഞാൽ തുറിച്ചു നോട്ടം, റിപ്രോച്ച്ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റിപ്രോച്ച് മീൻസ് ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നോട്ടം എനിക്കെതിരെ വരുന്നതായിട്ട് ഞാൻ കണ്ടു. ആരാണത്? ഇറ്റ് വാസ് വൺ ഓഫ് ദ മെൻ whom I had told earlier that undetectable forgery was not merely immoral, not merely wrong, but beyond human skill. എന്നാണ് ഫോർജറി? ഒരാളുടെ കൈയക്ഷരം മാറ്റി നമ്മൾ അവരാണ് എന്നുള്ള വ്യാജേന നമ്മൾ എഴുതുന്നതിനാണ് ഫോർജറി എന്ന് പറയാം. പ്രത്യേകിച്ച് മറ്റൊരാളുടെ സൈൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, അതാണ് ഫോർജറി. അതൊരു ഒരു ക്രൈമാണ് ഫോർജ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അൺഡിറ്റക്റ്റബിൾ ഫോർജറി, ആർക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഫോർജറി ചെയ്യാന്ന് പറയുമ്പോൾ ഫോർജറി ഈസ് റോങ്, ദെയർഫോർ ഇറ്റ് ഇസ് ഇമ്മോറൽ. അത് തെറ്റാണ്. മോറലി നോക്കുമ്പോൾ അതൊരു തെറ്റാന്ന് മാത്രമല്ല, ഇറ്റ് ഇസ് ബിയോണ്ട് ഹ്യൂമൻ സ്കിൽ. നമ്മൾ മറ്റൊരാളുടെ സിഗ്നേച്ചർ ഇട്ടാൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം അതുമായിട്ടുണ്ടാവും. നമ്മൾ എത്ര നന്നായിട്ട് എത്ര സ്കിൽഫുൾ ആയി ചെയ്താലും അത് മറ്റൊരാൾക്ക്, അത് കൃത്യമായി അറിയാൻ പറ്റുന്ന ഒരാൾക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരാൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്ത് കോണ്ടെക്സ്റ്റിലായിരിക്കും? ഏർലിയർ we saw that many of these people used to approach this woman and ask her to make changes in their receipts. അവരുടെ ബ്രൈഡ് പ്രൈസ് റെസീറ്റ് പോലുള്ള സാധനങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തരൂ, നമ്പർ മാറ്റി എമൗണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി തരൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വരാറുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട് ഇതൊക്കെ തെറ്റാണ്. ഒന്നാമത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, രണ്ടാമത് അങ്ങനെ ചെയ്താൽ അത് ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ അവര് പറയണ, ഞങ്ങളോട് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹാംലെറ്റ് അതൊക്കെ ചെയ്തു എന്നാണല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഹാംലെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആ രീതിയിൽ വളരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവര്
ഗ്ലെയർ ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഐ ലുക്ക് ദി അതർ വേ. അയാളെ നോക്കിയേ ഇല്ല ഞാൻ. അയാളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അയാളോട് ഉത്തരം പറയാനൊന്നുമില്ല. കഥയിൽ ഇങ്ങനെയാണ്, റിയൽ ലൈഫിൽ അങ്ങനെ പറ്റില്ല. ഐ ലുക്ക് ദി അതർ വേ, ഞാൻ തിരിഞ്ഞു നിന്നു. Before Hamlet could return, Leartus came back for his father's funeral. ഹാംലെറ്റിന് ആ നാട്ടിൽ നിന്ന് തിരിച്ചെത്താൻ പറ്റുന്നതിന് മുമ്പ്, ഹാംലെറ്റിനെ കൊല്ലാൻ പറഞ്ഞയച്ചതാണ്, ഹാംലെറ്റ് മരിക്കാതെ എസ്കേപ്പ് ചെയ്തു, ഇനിയിപ്പോ തിരിച്ചു വരികയാണ്. പക്ഷെ തിരിച്ചെത്തുന്നതിന് മുമ്പ് ലെയാർട്ടസ് കെയിം ബാക്ക്. ഹൂസ് ലെയാർട്ടസ്? ദ സൺ ഓഫ് പൊളോണിയസ്. ലെയാർട്ടസും ഒഫീലിയയുമാണ് പൊളോണിയസിന്റെ മക്കൾ. He had gone away to Paris, he had gone away to France, and Leartus came back for his father's funeral. അച്ഛൻ മരിച്ചു, അച്ഛന്റെ ആ ഒരു ഫ്യൂണറൽ നടത്താൻ വേണ്ടി ലെയാർട്ടസ് തിരിച്ചു വന്നു. അപ്പോ ലെയാർട്ടസ് വരുന്നത് എന്റെ അച്ഛനെ ആര് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. ആരായാലും അയാളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. The great chief told him Hamlet had killed Polonius. അപ്പോ നിന്റെ അച്ഛനെ കൊന്നത് ഞങ്ങൾ ആരുമല്ല, ഹാംലെറ്റ് ആണ് എന്ന് രാജാവ് പറഞ്ഞു കൊടുക്കുന്നു. Leartus swore to kill Hamlet because of this, and because his sister Ophelia, hearing her father had been killed by the man she loved, went mad and drowned in the river. Well, Leartus udane he swore means he promised himself. അയാള് ശപഥം എടുക്കുകയാണ് to kill Hamlet. ഹാംലെറ്റിനെ ഞാൻ കൊല്ലും. Because of this, because Hamlet had killed his father. എന്റെ അച്ഛനെ കൊന്ന ഹാംലെറ്റിനെ ഞാൻ കൊല്ലുമെന്ന് ലെയാർട്ടസ് സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഒരു ശപഥം ചെയ്യാണ്. അതുകൊണ്ട് മാത്രമല്ല, ആൻഡ് ബിക്കോസ് ഹിസ് സിസ്റ്റർ ഒഫീലിയ, ഹാംലെറ്റിന് പണ്ട് ഇഷ്ടമായിരുന്നു ഒഫീലിയനെ. ഒഫീലിയന്റെ അച്ഛനും ഈ ലെയാർട്ടസ് ബ്രദറും കൂടി പറഞ്ഞിരുന്നു, നീ അവനെ വിശ്വസിക്കരുത്, അവനെ നീ റിജക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒഫീലിയ റിജക്ട് ചെയ്തതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒഫീലിയക്ക് ഹാംലെറ്റിനോട് സ്നേഹമുണ്ടായിരുന്നു. അച്ഛനും ബ്രദറും പറഞ്ഞുകൊണ്ട് മാത്രം റിജക്ട് ചെയ്തതാണ്. ഈ ഒഫീലിയ എന്ത് കേൾക്കുകയാണ്? ഒഫീലിയ ഹേർഡ് ദാറ്റ് ഹർ ഫാദർ ഹാഡ് ബീൻ കിൽഡ് ബൈ ദ മാൻ ഷീ ലവ്ഡ്. താൻ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ, അതായത് ഹാംലെറ്റ്, ദ മാൻ ഹോം ഷീ ലവ്ഡ്, അവൾ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ അവളുടെ അച്ഛനെ കൊന്നു എന്നറിഞ്ഞപ്പോൾ ഒഫീലിയ വെന്റ് മാഡ്. ഒഫീലിയക്കും ഭ്രാന്തായി. ഒഫീലിയ എന്നിട്ട് ആ ഭ്രാന്തുമായി ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുമ്പോൾ ഒരു റിവറിൽ വീണ് അവള് ഡ്രൗൺ ചെയ്തിരുന്നു. സോ ലെയാർട്ടസ് ലോസ്റ്റ് ബോത്ത് ഹിസ് ഫാദർ and his sister because of Hamlet, and therefore he swore to take revenge against Hamlet and to kill him. അതിനിടയ്ക്ക് എന്താ അനസൂയ ബ്രൈഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ എഴുതിയതെന്നാ മനസ്സിലായില്ല ചാറ്റില്. Hello? I just said it, that's all, ma'am. Okay. I thought you wanted some explanation. So far, clear alle? ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ലല്ലോ? Okay. So we'll continue. Have you already forgotten what we told you? The old man was reproachful. One cannot take vengeance on a madman. Hamlet killed Polonius in his madness. As for the girl, she not only went mad, she was drowned. Only witches can make people drown. Water itself can't hurt anything. It is merely something that one drinks and bathes in. ഞങ്ങൾ പറഞ്ഞൊക്കെ മറന്നു. ഹാവ് യു ഓൾറെഡി ഫോർഗോട്ടൻ വാട്ട് വി ടോൾഡ് യു? ഇപ്പൊ പറഞ്ഞുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങള്, അത് മറന്നോ എന്ന് പറഞ്ഞിട്ട് ഓൾഡ് മാൻ അഗെയിൻ ഹി വാസ് റിപ്രോച്ച്ഫുൾ. അയാൾ അഗെയിൻ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ സ്ത്രീയോട് പറയാണ്, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞൊക്കെ മറന്നു. വൺ കനോട്ട് ടേക്ക് വെഞ്ചൻസ് ഓൺ എ മാഡ് മാൻ. ഭ്രാന്തന്റെ അടുത്ത് നമ്മൾ എങ്ങനെ റിവെഞ്ച് എടുക്കും? അത് പറ്റില്ല. ഹാംലെറ്റ് കിൽ പൊളോണിയസ് ഇൻ ഹിസ് മാഡ്നെസ്. ഹാംലെറ്റ് ഭ്രാന്തായതുകൊണ്ടാണ് പൊളോണിയസിനെ കൊന്നത്. നമ്മൾ പറഞ്ഞ് ഏകദേശം ഇപ്പൊ സോൾവ് ആക്കിയല്ലേ ഉള്ളൂ. പിന്നെ ഈ ഹാംലെറ്റിനെതിരെ റിവെഞ്ച് എടുക്കുന്നു ലെയാർട്ടസ് എന്നൊക്കെ പറയുന്നത്. As for the girl Ophelia, she not only went mad, she was drowned. അവൾക്ക് ഭ്രാന്തായി എന്ന് മാത്രമല്ല, അപ്പൊ ഹാംലെറ്റിന് ഭ്രാന്തായ പോലെ തന്നെ അവൾക്ക് ഭ്രാന്തായി. Neither of them is responsible for their actions. And ഭ്രാന്ത് in their idea, madness is caused by being bewitched by some witches. Now, she not only went mad, she was drowned. അവള് ഡ്രൗൺ ചെയ്താണ് അവൾ മരിച്ചത്, വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. Only witches can make people drown. ആളുകള് മുങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും വിച്ചസ് തന്നെ ആയിരിക്കും. കാരണം എന്താണ്? വാട്ടർ കാൺട്ട് ഹേർട്ട് എനിത്തിങ്. വെള്ളം, വാട്ടർ ബൈ ഇറ്റ് സെൽഫ് കാൺട്ട് ഹേർട്ട് എനിത്തിങ്. വെള്ളത്തിന് ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് merely something that one drinks and bathes in.
നമ്മൾ വെള്ളം കുടിക്കുന്നു, ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നു, നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് വെള്ളം. വെള്ളത്തിൽ മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അഗെയിൻ ദിസ് ഇസ് പാർട്ട് ഓഫ് ദെയർ ബിലീഫ് ദാറ്റ് വെൻ സംബഡി ഡ്രൗൺസ് ഇൻ വാട്ടർ ദേ ബിലീവ് ഇറ്റ് ഇസ് ബിക്കോസ് ദേ വെർ കേഴ്സ്ഡ് ബൈ വിച്ചസ്. വിച്ചസ് എന്തോ ശപിച്ചത് കൊണ്ട് അല്ലെങ്കിൽ എന്തോ മന്ത്രവാദം ചെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ മുങ്ങി മരിക്കുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഒഫീലിയ മുങ്ങി മരിച്ചതിന് ഹാംലെറ്റിനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒന്നാമത് പൊളോണിയസിനെ കൊന്നതിൽ ഹാംലെറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹാംലെറ്റ് ഡിഡ് ഇറ്റ് ഇൻ ഹിസ് മാഡ്നസ്, ഹി വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻസ്. രണ്ട്, ഒഫീലിയ മുങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എഗെയിൻ എന്തെങ്കിലും വിച്ചസ് ആയിരിക്കും. വിച്ചസ് അവളെ കൂടോത്രം ചെയ്തിട്ടായിരിക്കും. അതിൽ ഹാംലെറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. I began to get cross. If you don't like the story, I'll stop. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ക്രോസ് മീൻസ് ആംഗ്രി. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ സ്റ്റോറി ഐ സ്റ്റോപ്പ്. ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്ന കഥ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിർത്താം, ഞാൻ ഈ പറയുന്നില്ല എന്നിട്ട് പിണങ്ങി. ദി ഓൾഡ് മാൻ മേഡ് സൂതിങ് നോയ്സസ് ആൻഡ് ഹിംസെൽഫ് poured me some more beer. അവളെ സൂതിങ്, കാമിങ്, അവളെ കാമാക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് മാൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി ബിയർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, you tell the story well and we are listening, but it is clear that the elders of your country have never told you what the story really means. നീ കഥ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നന്നായി പറയുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ്? ദി എൽഡേഴ്സ് ഓഫ് യുവർ കൺട്രി. ഈ കഥയെല്ലാം അറിയുന്നത് ഇവരുടെ നാട്ടിൽ എങ്ങനെയാണ്? കഥകളെല്ലാം വായ്മൊഴിയായി ഓറലായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എൽഡേഴ്സ് യങ് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കഥകൾ. So he doesn't know, they don't have this idea that a story can be stored in the form of a book. അതുകൊണ്ട് പറയാണ്, നിനക്ക് ഈ കഥ പറഞ്ഞു തന്നത് നിന്റെ കൺട്രിയിലെ എൽഡേഴ്സ് ആയിരിക്കും. അവര് ഈ കഥയുടെ റിയൽ മീനിങ് നിനക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നിനക്കത് മനസ്സിലാവാത്തോണ്ടാണ്, നിന്റെ തെറ്റല്ല. നോ, ഡോണ്ട് ഇന്റർപ്രറ്റ്. ഇടയിൽ കയറി പറയല്ലേ, ഞങ്ങൾ പറഞ്ഞുതരാം. We believe you when you say your marriage customs are different or your clothes and weapons. നേരത്തെ നീ പറഞ്ഞു മാരേജ് കസ്റ്റമിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ പോലെ കല്യാണം ഭർത്താവ് മരിച്ചിട്ട് ഉടനെ തന്നെ ഒരു ഭാര്യ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ നാട്ടിലെ കസ്റ്റം അങ്ങനെയല്ല, 2 വർഷം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ നീ പറഞ്ഞു. സോ യുവർ മാരേജ് കസ്റ്റംസ് ആർ ഡിഫറെന്റ്. 2 നാടുകളാവുമ്പോൾ 2 കൾച്ചേഴ്സ് ആവുമ്പോൾ ദാറ്റ് ഇസ് പോസിബിൾ. വി ബിലീവ് യു. ഞങ്ങൾക്ക് അത് വിശ്വാസമാണ്, അതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഓർ യുവർ ക്ലോത്ത്സ്, ഞങ്ങൾ ഇടുന്ന ഡ്രസ്സല്ല യൂറോപ്യൻസ് ഇടുന്നത് ഞങ്ങൾക്കറിയാം. ആൻഡ് വെപ്പൺസ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഓർ വെപ്പൺസ് അല്ല, ആയുധങ്ങളല്ല യൂറോപ്യൻസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിലൊന്നും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ബട്ട് പീപ്പിൾ ആർ ദ സെയിം എവ്രിവെയർ. പക്ഷെ ആളുകൾ എല്ലാ നാട്ടിലും ഒരുപോലെയാണ്. Therefore, there are always witches and it is we the elders who know how witches work. എല്ലാ നാട്ടിലും ആൾക്കാർ ഒരേപോലെയാണ്. അതുകൊണ്ട് എല്ലാ നാട്ടിലും എല്ലാ കാലത്തും വിച്ചസ് ഉണ്ട്, മന്ത്രവാദികളുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വി ദി എൽഡേഴ്സ്, ഞങ്ങൾ എൽഡേഴ്സിനാണ് എന്ത്, ഹു നോ ഹൗ ദ വിച്ചസ് വർക്ക്, എങ്ങനെയാണ് മന്ത്രവാദികൾ വർക്ക് ചെയ്യുന്നതെന്ന്. നിങ്ങൾ കുട്ടികൾക്കൊന്നും അറിയില്ല, നിങ്ങൾ ചെറുപ്പക്കാർക്ക് അറിയില്ല, ഞങ്ങൾ എൽഡേഴ്സിനെ അറിയുള്ളൂ. എല്ലാ നാട്ടിലും എൽഡേഴ്സ് ഉണ്ട്, എല്ലാ നാട്ടിലും വിച്ചസ് ഉണ്ട്. വിച്ചസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞങ്ങൾ എൽഡേഴ്സിനെ അറിയുള്ളൂ. അതുകൊണ്ട് നിന്റെ നാട്ടിലെ എൽഡേഴ്സിനെ ഈ കഥ അറിയുന്നുണ്ടാവും, പക്ഷെ അവർ കൃത്യമായി നിനക്ക് എന്തോ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നീ കഥ തെറ്റിപ്പറയുന്നത്. Now, what is interesting here? We mentioned that in the beginning of this essay, Laura Bohannan talks about how she was talking to a British friend. She is American and she's talking to a British friend about Shakespeare's Hamlet. And the British friend said, maybe you Americans cannot understand Shakespeare properly because you are not British. And then Laura Bohannan said, but people are the same everywhere. ക്യാരക്ടേഴ്സിന്റെ മോട്ടീവ്സ് മനസ്സിലാക്കാൻ ശരിക്കും ഇതൊന്നും ആവശ്യമില്ല, ഏത് നാട്ടുകാർക്കും മനസ്സിലാക്കാൻ പറ്റും. ദ സ്റ്റോറി ഓഫ് ഹാംലെറ്റ് ഇസ് യൂണിവേഴ്സൽ. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. മനുഷ്യരെല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് എന്ന് ഒരു യൂറോപ്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നിന്ന് ലോറ ബോഹനാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവർ വിചാരിച്ചു ഈ കഥ ടിവ് എൽഡേഴ്സിനോട് പറഞ്ഞാലും ടിവ് ട്രൈബുകാരോട് പറഞ്ഞാലും അവർക്ക് ഞാൻ ഉദ്ദേശിച്ച അതേപോലെ മനസ്സിലാവും. ആൻഡ് ദാറ്റ് വിൽ പ്രൂവ് ദാറ്റ് ഇഫ് ഈവൻ സം ആഫ്രിക്കൻ ട്രൈബൽസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഓഫ് ഹാംലെറ്റ്, ദെൻ ദാറ്റ് സ്റ്റോറി ഈസ് റിയലി യൂണിവേഴ്സൽ. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ കാണുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എന്താണ്, ഹാംലെറ്റിന്റെ കഥ കേട്ടിട്ട് ഇവര് പറയുന്നത്, ഈ ടിവ് എൽഡേഴ്സ് പറയുന്നത്
കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, വിച്ചസ് ആണ് ഇതെല്ലാം ചെയ്തത് എന്നാണ്. എന്ന് മാത്രമല്ല ഈ വിച്ചസ് ഞങ്ങളുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് ഐ വിൽ ടെൽ യു വെൻ വിൽ ഹാവ് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.